എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സുപ്രഭാതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എത്ര സമയം ഈശ്വര ധ്യാനത്തിലിരുന്നാലും, ഏത് സന്നിധാനത്തിൽ പോയാലും, അത് അമ്പലമാകട്ടെ പള്ളികളാകട്ടെ, മറ്റുള്ളവരുടെ മനുഷ്യൻ്റെ മുന്നിലൂടെ പൂജാക്രമങ്ങൾ നടത്താനും രാവിലെയുള്ള ആ യാത്രയും ഒക്കെ ഈശ്വരൻ കാണുന്നുണ്ട്. അതായത് മുകളിലിരിക്കുന്ന ഈശ്വരൻ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. പാപം ഇവർക്കറിയില്ല. ഈശ്വരൻ കാണുന്നെങ്കിലും മനുഷ്യർ കാണുന്നില്ലല്ലോ. മനുഷ്യരുടെ ഫ്രണ്ടിൽ, സുഹൃത്തുക്കളുടെ ഫ്രണ്ടിൽ, ബന്ധുക്കളുടെ ഫ്രണ്ടിൽ, നാട്ടുകാരുടെ ഫ്രണ്ടിൽ ഈ രാവിലെയുള്ള ഈ ഒരു അമ്പലത്തിലോ പള്ളികളിലോ പോയി അവിടെയുള്ള അഭിനയിച്ചുള്ള ചില പ്രാർത്ഥനകൾ ശരിക്കും അവർ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മുന്നിൽ പോയി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുകയോ കുറേ മതഗ്രന്ഥങ്ങൾ നിരത്തി വച്ച് അത് ഉരുവിടുകയോ ഒക്കെ ചെയ്താലും ഒരു ഗുണവുമില്ല. നീ ചെയ്യുന്നതിൻ്റെ ഫലം മാത്രമാണ് നിനക്ക് കിട്ടുന്നത്. നീ ചെയ്യാത്തതിൻ്റെ ഒരു ഫലവും നിനക്ക് കിട്ടില്ല. നീ ഉള്ള കൊള്ളതായ്മകൾ കാട്ടിക്കൂട്ടി സ്നേഹിച്ചവരെ വഞ്ചിക്കുക, സഹായിച്ചവരെ തിരസ്കരിക്കുക, സ്നേഹം ഭാവിച്ച് മറ്റുള്ളവരെ വഞ്ചിക്കുക, ഇല്ലാത്തതിന് ഉള്ളതായി പെരുപ്പിച്ച് കാണിക്കുക, നിർധനരായി വന്നു കയറിയ ചിലർ സൗകര്യമുള്ള ഒരു വീടുകളിൽ കുടിയേറിയാൽ കാട്ടിക്കൂട്ടുന്ന കലാശങ്ങൾ ഒന്നുമല്ല. നമ്മുടെ വേർപ്പ് ചിന്താതെ, നാം അധ്വാനിക്കാതെ, നാം പരിശ്രമിക്കാതെ നാം എന്ത് നേടിയാലും അതിന് യാതൊരു ഗുണമോ വിലയോ ഒന്നും കിട്ടില്ല. നമ്മൾ അസുഖബാധിതയാണ്. അസുഖം ഏതു മനുഷ്യനും ഉണ്ടാകും. എന്നാൽ ആ അസുഖത്തെ ഹൈലൈറ്റ് ചെയ്ത് അസുഖം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന മിഥ്യാബോധം പലരെയും പല രീതിയിലും നാശത്തിലേക്ക് വഹിച്ചിട്ടുണ്ട്. കിട്ടുന്ന വേതനം, അതിനാദ്യം വേണ്ടത് എന്താണ്? ആഹാരം. ആഹാരം കഴിഞ്ഞാൽ വേണ്ടത് വെള്ളം. അത് കഴിഞ്ഞാൽ വേണ്ടത് വെളിച്ചം. ഇതിനെല്ലാം ഉപരി വേണ്ടത് ശുചിത്വം. ഇതൊന്നുമില്ലെങ്കിൽ നീ എത്ര പ്രാർത്ഥിച്ചാലും, നീ എന്ത് ചെയ്താലും നിനക്കൊരു ഫലം കാണില്ല. നിനക്കൊരു സ്ഥലത്തും നിനക്കെത്തിച്ചേരാനും പറ്റില്ല. ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരെ വളർത്തിയെങ്കിൽ മാത്രമേ ആ കുഞ്ഞുങ്ങളിൽ നിന്നും ഒരു ഫലം സിദ്ധിക്കൂ. ഇതെല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ ഫലം സിദ്ധിക്കണമെങ്കിൽ കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം, ഒക്കെ ചെയ്യണം. ഏതൊരു സ്ത്രീയും പുരുഷനും ഇണചേർന്നാൽ എത്ര ജന്മങ്ങൾ വേണമെങ്കിൽ ഏത് കുഞ്ഞിനും ജന്മം കൊടുക്കാം. അതിന് പിതൃത്വവും മാതൃത്വവും അവകാശപ്പെടാൻ സാധിക്കും. എന്നാൽ അത് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഉല്ലസിച്ച് കിട്ടുന്ന ഒരു ജീവൻ, ആ കിട്ടുന്ന ഒരു ജന്മങ്ങൾ, അതായത് നിങ്ങളുടെ മക്കൾ, അവരെ വളർത്തി വലുതാക്കി അവർ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. അത് എല്ലാവരും ഒന്ന് ഓർത്തു വയ്ക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ സ്വന്തം ജോലിയും സ്വന്തം കാര്യങ്ങളും സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തവർ ഒരിക്കലും നിങ്ങൾ ഒരു അമ്പലങ്ങളിലോ ഒരു പള്ളികളിലോ പോയി ഈശ്വരനെ നേടിയാൽ നിങ്ങൾക്ക് അതിന് തിരിച്ചടിയേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹിക്കുന്നവരെ വഞ്ചിക്കാതിരിക്കുക, ഇഷ്ടപ്പെടുന്നവരെ റെസ്പെക്റ്റ് ചെയ്യുക, ആരോടും ബഹുമാനം പുലർത്തുക. അല്ലാതെ കുറച്ച് ആടാകൂടി വസ്ത്രങ്ങളും ധരിച്ച് ഞാൻ എല്ലാമാണ്, എനിക്കെല്ലാം അറിയാം, ഞാൻ പഠിക്കാത്ത വിഷയങ്ങളില്ല, അധ്വാനിക്കാൻ പറഞ്ഞാൽ എൻ്റെ ശരീരത്തിന് ബുദ്ധിമുട്ടാണ്, എല്ലാവരും ബുദ്ധിമുട്ടുള്ളവരെന്ന് അധ്വാനിക്കുന്നു, കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്നു.
സമയത്തിന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ, സമയത്തിന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ നേരത്തിന് വീട്ടിലെത്തുക, കുഞ്ഞുങ്ങളുമായി സമയം സ്പെൻഡ് ചെയ്യുക, അവരെന്താണെന്ന് ചെയ്യുന്നത് വീക്ഷിക്കുക. അല്ലാതെ 10 മണിക്കും 11 മണിക്കും ഏതെങ്കിലും കൂട്ടുകാരൻ വരെ അലവലാദികളെയും കൂട്ടി വീട്ടിൽ കൊണ്ടുവരിക, അവൻ അന്തി ഉറങ്ങാൻ ബെഡിട്ടാക്കി കൊടുക്കുക. ഇതൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഗുണം ചെയ്യുന്ന കാര്യമല്ല. പരിസര ശുദ്ധീകരണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട. നിൻ്റെ പരിസരം നീ ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ നിൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പറ്റൂ. നിൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ നീ നിൻ്റെ കടമകൾ ചെയ്തിരിക്കണം. നീ കടമകൾ ചെയ്യാത്തിടത്തോളം കാലം നീ ഏത് ഈശ്വരനെ ധ്യാനിച്ചാലും അത് തിരിച്ചടികൾ കൊണ്ട് നിൻ്റെ ജീവിതം ശോകമുഖമായിരിക്കും. നീ തകർന്നു പോകും. നീ ആർക്കും വേണ്ടപ്പെടാത്തവരായി മാറും. അത് ബന്ധുക്കളുടെ മുന്നിലും സുഹൃത്തുക്കളുടെ മുന്നിലും ഒക്കെ. ഒരു സുന്ദരിയുള്ള സ്ത്രീ അവളുടെ സുന്ദരമായ മുഖവും വെച്ച് നല്ല രീതിയിൽ ആർഭാട ഡ്രസ്സും കഴിച്ച് ആരുടെ ഫ്രണ്ടിൽ പോയിരുന്നാലും അത് മറ്റുള്ളവർ എന്തോ എന്നെ വലുതായിട്ട് കാണും എന്ന് പറഞ്ഞാൽ കുറച്ച് നാക്ക് സാമർഥ്യമുണ്ടെങ്കിലും ഒരിക്കലും രക്ഷപ്പെടാൻ പോകില്ല, ഒരിക്കലും. അതുകൊണ്ട് സുഹൃത്തുക്കളോട് പറയുന്നു, നിങ്ങളുടെ മനസ്സിനാദ്യം ശുദ്ധമാക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വെളിച്ചപ്പാടുണ്ടാകണമെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ കറക്റ്റായിട്ട് ചെയ്യുക. ആര് ദാനം ചെയ്താലും അവരെ ഓർക്കുക, അവരെ വിസ്മരിക്കപ്പെടരുത്. ഒരിക്കലും ഓപ്പർച്യൂണിസ്റ്റ് ആകരുത്. പല കുടുംബങ്ങളും കാണുന്നത് തകർന്ന് നശിച്ച് സ്വയം നശിക്കുന്നു, മക്കൾ നശിക്കുന്നു, കുടുംബം നശിക്കുന്നു, എല്ലാം നശിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദയവ് ചെയ്ത് മാതാപിതാക്കൾ ജീവിക്കരുത്. ഇനിയെങ്കിലും തെറ്റുകൾ സംഭവിക്കാം. തെറ്റുകളെ തിരുത്താൻ കുറച്ച് നാമജപം നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് മറ്റു പ്രവർത്തനത്തിൻ്റെ ഒരു ഗുണവുമില്ല. തകർന്ന് തരിപ്പണായി പോയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവർ, കുടുംബത്തെ സ്നേഹിക്കുന്നവർ, സമൂഹത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലും ചെയ്യേണ്ട പണി ചെയ്യാതെ ദൈവനാമവും പറഞ്ഞ് നടക്കാതിരിക്കുക. അത് ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് യോഗ്യരായി മാറും. കാണാം വീണ്ടും നാളത്തെ സുപ്രഭാതത്തിൽ. സന്തോഷത്തോടെ നേരുന്നു. ഈ പകലും സുപ്രഭാതവും ത്രിസന്ധിയും. ഒപ്പം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ലൈഫ് മിഷൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഒപ്പം ഈ ലോകത്തിലുള്ള എല്ലാവർക്കും സമാധാനം കിട്ടട്ടെ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും ഒരു നിമിഷമുള്ള പ്രാർത്ഥന അത് നിങ്ങളിൽ ഗുണം ചെയ്യും. കാണാം വീണ്ടും നാളത്തെ സുപ്രഭാതത്തിൽ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.